ഇറാന്റെ പ്രധാനപ്പെട്ട 90% മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും നിർമ്മാണശാലകളും വ്യോമാക്രമണത്തിലൂടെ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ടെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. പ്രത്യേകിച്ച് ഷിറാസ്, ഇസ്ഫഹാൻ തുടങ്ങിയ നഗരങ്ങളിലെ മിസൈൽ പ്ലാന്റുകളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കാൻ ഇറാൻ സ്വീകരിക്കുന്ന പ്രധാന തന്ത്രം അവരുടെ മിസൈൽ സിറ്റികളാണ്. ഭൂമിക്കടിയിൽ 100 കണക്കിനടി താഴ്ചയിൽ മലനിരകൾക്കുള്ളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ ടണലുകൾ അമേരിക്കയുടെ കരുത്തുറ്റ ബങ്കർ ബസ്റ്റർ ബോംബുകളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഖേഷം ദ്വീപ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു യുദ്ധതന്ത്ര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇറാന്റെ ഏറ്റവും വലിയ സൈനിക കരുത്തായ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഈ ദ്വീപിനടിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ കവാടത്തിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1445 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപിനെ ഇറാന്റെ മുങ്ങാത്ത വിമാനവാഹിനി കപ്പൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 100 കണക്കിന് അടി ആഴത്തിലുള്ള പർവ്വത തുരങ്കങ്ങൾക്കുള്ളിൽ ഇറാൻ വിപുലമായ മിസൈൽ ശേഖരം ഒരുക്കിയിട്ടുണ്ട്. ഇവയാണ് ഇറാന്റെ മിസൈൽ സിറ്റികൾ. കപ്പൽ വിരുദ്ധ മിസൈലുകൾ, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ കേന്ദ്രങ്ങൾ. ഖൈബർ ഷെഗൻ, സെജ്ജിൽ തുടങ്ങിയ അത്യാധുനിക മിസൈലുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലോകത്തെ എണ്ണക്കടത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിന് തൊട്ടടുത്തായതിനാൽ ശത്രുരാജ്യങ്ങളുടെ കപ്പലുകളെയും വിമാനങ്ങളെയും പ്രതിരോധിക്കാൻ ഈ താവളങ്ങൾ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഈ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ റെയിൽ ട്രാക്കുകൾ വഴി മിസൈലുകൾ അതിവേഗം നീക്കാനും ഒരേ സമയം പല ഭാഗങ്ങളിലൂടെ പുറത്തെത്തിച്ച് വിക്ഷേപിക്കാനും ഇറാന് സാധിക്കുന്നു. മേഖലയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമാണ് ഇറാനുള്ളത്. ഔദ്യോഗിക കണക്കുകളില്ലെങ്കിലും ഇസ്രായേലി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 3000 മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂണിലെ 12 ദിന യുദ്ധത്തിന് ശേഷം അത് 2500ലേക്ക് താഴ്ന്നുവെന്നാണ് ഇസ്രായേലി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത്.